ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. ഇപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാത്രി ഇപ്പോൾ 9 മണി സമയം. ഈ 9 o'clock ഞാൻ എങ്ങോട്ട് പോകണമെന്നില്ല, രാത്രിയാണ് യാത്ര. നമ്മൾ കൊട്ടൻകുളങ്ങര എന്ന് പറയുന്ന ചവറയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ്, ഒരു അമ്പലമാണത്, ക്ഷേത്രം. കൊട്ടൻകുളങ്ങര ദേവിയുടെ ക്ഷേത്രം, വനദേവതയാണ്, ഒരുപാട് ഐതിഹ്യപ്പെരുമയുള്ള ക്ഷേത്രമാണ്. അവിടെ പുരുഷന്മാർ സ്ത്രീകളായിട്ട് നന്നായിട്ട് ആടയാഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങി ചമയവിളക്കുമായിട്ട് താലപ്പൊലി ഏന്തി ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഏറ്റവും 19 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളായിരുന്നു ഇന്നലെയും ഇന്നും. ഈ 2 ദിവസങ്ങളാണ് ഈ ചമയവിളക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയാം, ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത്. കുറച്ച് 2 hours എടുക്കും ഞാൻ അവിടെ എത്താൻ. എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. 12 മണിക്ക് എത്തിയാൽ മതി. അവിടെ രാത്രിയാണ് സജീവമാകുന്നത്. കറക്റ്റ് ഈ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നടക്കും. പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. ഓക്കെ. ഇപ്പോൾ 12 മണി സമയമായി. ഞാനിവിടെ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ മെയിൻ റോഡിൽ വിട്ടിട്ട് സൈഡ് റോഡിലൂടെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് നടന്ന് കയറാം. കാര്യം മറ്റേ ഭയങ്കര ക്രൗഡ് കേട്ടോ. മെയിൻ റോഡിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിലായിരുന്നു. നിരങ്ങി വന്ന്. ഓക്കെ, നേരത്തെ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ. ഇതിവിടുത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ മേൽക്കൂരയൊന്നുമില്ല, അത് വനദുർഗയാണ്. പുരുഷന്മാരെല്ലാം സ്ത്രീ വേഷത്തിൽ ഇവിടെ വിളക്കെടുക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. മേൽക്കൂര എന്ന് പറഞ്ഞാൽ ആകാശം, അതാണ് സങ്കല്പം. ഓക്കെ, ഇത് ചമയവിളക്കുമായിട്ട് വായുമണ്ഡലമാണ്. ഓക്കെ. കൊച്ചെണ്ണ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതായത് തേങ്ങാപ്പാൽ വറ്റിച്ച് നമ്മൾ ഉരുക്കെണ്ണ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പൊടി പോലെ കിട്ടില്ലേ, മട്ടി, അതല്ലേ, അതാണ് ബ്രൗൺ കളർ. അതാണ് ദേവിയുടെ പ്രധാനപ്പെട്ട വഴിപാട്. ആണല്ലേ, കുട്ടികൾ തേങ്ങ കല്ലിലടിച്ച് മനസ്സിലായി. അതാണ് കുട്ടികളാണോ അത് ചെയ്തത് ആദ്യം? ഓ, അത് ശരി. അതായത് ഇങ്ങനെ പശുക്കളെയൊക്കെ മേയിച്ച് നടക്കുന്ന ആൾക്കാരായിരുന്നു അല്ലേ? ഒരു കാട് പ്രദേശമായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളാണ് ആദ്യം തേങ്ങ ഒരു കല്ലിൽ ഉടച്ചു, കല്ലിൽ കുറച്ച് ബ്ലഡ് രക്തം വന്നു. അങ്ങനെ ഭദ്രകാളി അത് ആ പ്രസൻസ് അവിടെ പ്രകൃതീശ്വരിയായ ഭഗവതിയാണ്. അതാണ് ഇവിടെ എന്താ പറയുക, മേൽക്കൂരയില്ല, ആകാശം തന്നെയാണ് ഇവിടുത്തെ മേൽക്കൂര. അതാണ് ഇവിടുത്തെ സങ്കല്പം. പ്രകൃതി ദേവിയാണ് വനദുർഗ. പ്രധാന പ്രതിഷ്ഠയുടെ തൊട്ട് സൈഡിൽ തന്നെ മഹാഗണപതിയുടെ ചെറിയ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ചമയവിളക്കുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാമല്ലോ. ഇത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. സാറിൻ്റെ പേരെന്ത്? രാജശേഖരൻ. ശ്രീകുമാറാണ് എന്നെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീകുമാർ ദൂരദർശനിലെ ന്യൂസ് റീഡർ പ്ലസ് റിപ്പോർട്ടർ എല്ലാമാണ്. ഓക്കെ, അതെ അതെ, നമ്മളൊരു പഴയ ദൂരദർശൻ്റെ ന്യൂസ് റീഡർ. കർണാടകത്തിലെ മന്ത്രി വരെ വന്നു ആണല്ലേ? ഓ, കർണാടക മിനിസ്റ്റർ വരെ വന്ന് വിളക്കെടുത്തു. ഭയങ്കര വിശേഷമാണ്. ഇങ്ങനെ ഒരു ആചാരം വളരെ ചുരുക്കമാണ്. അതെ, അപൂർവമാണ്, ഒരിടത്തും ഇല്ല. അതെ അതെ, സത്യം. ഫസ്റ്റ് ടൈമാണ്. അതെ, അതും ഇത്ര നേരം, അത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ നിമിഷ നേരം കൊണ്ടൊക്കെ പുരുഷന്മാർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, പുരുഷന്മാർ ഏത് പ്രായത്തിലുള്ള വേഷപ്പകർച്ച അല്ലെ, കേരളീയ വേഷത്തിൽ. അതെ, ദേവിക്ക് ഇഷ്ടം. മറ്റൊരു ചമയവിളക്ക് തന്നെ എടുക്കാം. അതെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നല്ലേ ഈ 2 ദിവസങ്ങൾ? എത്ര മണി തൊട്ട് തുടങ്ങും? സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ ഓക്കെ. ഇത് രാവിലെ വരെ പോകും അല്ലേ? രാവിലെ ഇത് 3 മണിക്ക് ദേവി എഴുന്നള്ളി ഇറങ്ങി ആറാട്ട് നടത്തി. ചെറയിൽ ആറാട്ട് എന്ന് വെച്ചാൽ പള്ളിവേട്ട ഇല്ല, ആറാട്ട് മാത്രമുള്ള മീനം 10 പാലും വെളിച്ചപ്പാട് തന്നെയാണ് ആറാട്ട് നടത്തുന്നത്. ശരി. ഓക്കെ. ഈ 4 ആൾപ്രിയൻ വെള്ളമുള്ള ഈ ചെറയിൽ വെളിച്ചപ്പാട് നാന്തകമായിട്ട് അനുഗ്രഹിച്ച് ചെറയിൽ ഈ
കുഞ്ഞാലിമുട്ടിൽ നിന്ന് ഇരു സൈഡുകളിലും ഈ പുരുഷന്മാർ അങ്ങനമാരായി വിളക്കെടുക്കുന്നത് കണ്ട് അനുഗ്രഹിച്ച് ഉറഞ്ഞ തുള്ളി വന്ന് ചിറയിൽ വന്ന് ഇത് നടത്തിയതിനു ശേഷം പ്രത്യേകം നിർമ്മിക്കുന്ന കുരുത്തോലപ്പന്തലും അതിനകത്ത് ചെന്നിരുന്ന് ആഗതയായി ഇരിക്കുന്നിടത്തോടുകൂടി ഇന്നത്തെ സമാപിക്കുന്നു. അത് രാത്രി ഒരു വെളുപ്പിന് 3 മണി 6 മണിയാവും. രാവിലെ അത്ര തിരക്കാണ് ഇവിടെ, രക്ഷയില്ല. ഭയങ്കര എന്താ പറയാ, ലക്ഷക്കണക്കിന് ആൾക്കാർ. സേവയുണ്ട്. ശ്രീലങ്കയിൽ നിന്നൊക്കെയുള്ള തമിഴുകാരനായി പരിപാടി. ഹായ് മോനെ, എന്താ പേര്? അരുണവ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്? അത് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ലത്, ഇഷ്ടപ്പെട്ടു. മോനാണ് ഒരു എന്താ പറയുക, ഫീമെയിലായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ചമയവിളക്കൊക്കെ ആയിട്ട് ദേവിയെ കാണാൻ വന്നതാണ്. നൈസ്. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണെന്നാണ് പറഞ്ഞത് അല്ലേ? ഫസ്റ്റ് ടൈം. അതായത് എല്ലാ പ്രായക്കാർക്കും പറ്റും. പിന്നെ ചമയവിളക്കായിട്ട് എടുക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് സ്ത്രീ വേഷത്തിൽ. ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരിലാണെങ്കിൽ താലത്തിലാണ് വിളക്കെടുക്കുന്നത്. താലത്തിൽ അങ്ങനെയാണ് കൂടുതൽ. ഓക്കെ, എൻ്റെ പേരെന്താ? വിഷ്ണു. ഇവിടെയാണോ, കൊല്ലമാണോ? അല്ല, എൻ്റെ വീട് ചെങ്ങന്നൂരിൽ നിന്ന് വന്നതാണ് അല്ലേ? ഇത് ഇടയ്ക്കൊക്കെ വരാറുണ്ടോ? ഞാനിത് സെക്കൻഡ് ടൈമാണ്. ഓക്കെ, നല്ല വിഷയം. ഇത് അതുകൊണ്ട് ഒരുപാട് അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നുണ്ട് അല്ലേ? ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഓക്കെ. ഓ, ആന്ധ്ര. ഓക്കെ, അത് ശരി. അറിഞ്ഞിട്ട് വരുന്നതാണല്ലേ ഇതിന്റെ ഫസ്റ്റ് ടൈം? ഓ, ഹൗസ് എക്സ്പീരിയൻസ്? ആന്ധ്ര സേ somewhat very excited. Okay, you are excited really. Okay. And also giving blessing to God. Okay. ആന്ധ്രയിൽ നിന്ന് വന്നതാണ്. Okay. You will be blessed anyway. Very beautiful. കഴിഞ്ഞ വർഷത്തെ വൈറൽ താരമാണെന്ന് പറഞ്ഞാൽ ആണല്ലേ? ഈ പ്രാവശ്യം വൈറലാണ്. ഓ, എത്തി. പേര് നന്ദലാല. ഓക്കെ, എല്ലാവർക്കും അറിയാം. അയ്യോ, ഹലോ, ഹായ്. ഓ, ഫൈൻ. ഇതെല്ലാം ഞാനിപ്പോൾ കുറച്ച് നേരമായി കേട്ടോ. ഓ, ഓക്കെ. സോ യു ആർ ഹിയർ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഹലോ. അത് മനോഹരിയായി, എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട് ഇത്? എത്രാമത്തെ പ്രാവശ്യമാണ്? ദിസ് ഇസ് സെക്കൻഡ് ടൈം? അഞ്ചാമത്തെയാണ്. ഓ, 15 വർഷമായിട്ടോ? ഓക്കെ. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഓരോ വർഷവും വരാൻ വീണ്ടും തോന്നും അല്ലേ? കറക്റ്റ് ആയിട്ട്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ സാധിച്ചു തരും. വലിയ ട്രാൻസ്ഫോർമേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, വെരി ബ്യൂട്ടിഫുൾ. എന്താ പേര്? അഖിൽ. എവിടെ നിന്നാണ്? കൊല്ലം. ഓക്കെ. എല്ലാ വർഷവും വരാറുണ്ടോ? തേർഡ് ടൈം അല്ലേ? ഇത് ഭംഗിയാ, നോക്കി, വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവരെല്ലാം ചമയവിളക്കെടുക്കുന്ന എല്ലാവരും പുരുഷന്മാരാണ് സ്ത്രീ വേഷിക്കുന്നത് അല്ലേ? നിങ്ങളെല്ലാവരും. അതെ, ഇവിടെ കുറേ ചെറിയ മോനുണ്ട്. ഹലോ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ്? എത്രാമത്തെ പ്രാവശ്യമാണ്? കുറേ എടുത്തിട്ടുണ്ടല്ലേ? ആൻഡ് ജോസഫ് എത്ര പ്രാവശ്യം എടുക്കുന്നത്? കുറേ ആയി. ഓക്കെ. പുരുഷന്മാരെല്ലാം ഇത്രയും സുന്ദരികളായിട്ട് വരുന്നത് കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട്. സ്ത്രീകളെല്ലാം തോറ്റുപോകും. ഹലോ, മോനെ. നല്ല കുറേ സുന്ദരികളുടെ ഇടയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമുക്ക്. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കൊരു വലിയ അതിശയമാണ്. അവരെല്ലാം വളരെ സിൻസിയറായിട്ട് ഒരുപാട് ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടിയാണ്. എന്താ പേര് മോനെ? അർജുൻ. ഓക്കെ. ഇപ്പൊ നല്ല സുന്ദരിയായ ഒരു മോളായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഞാനൊരു കുക്കാണ്. ആണോ? ഓ, സന്തോഷം. ആണോ? താങ്ക് യു. മോനെ ഏത് ക്ലാസ്സിലാണ്? 7th. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ചമയവിള? ഫസ്റ്റ് ടൈം? ഓ, വെരി ഗുഡ്. പിന്നെ എല്ലാ വർഷവും എടുക്കുമായിരിക്കും അല്ലേ? വിളക്ക് എടുത്തോ? വിളക്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ എടുക്കാമല്ലോ. അതാ ഞാൻ ചോദിച്ചു. ഇന്നലെ എടുത്തു. പിള്ളേരെടുത്തിട്ടുണ്ട്. ഓ, ഓക്കെ. വളരെ സന്തോഷം. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? ആണല്ലേ? വെരി ഗുഡ്. സന്തോഷം. താങ്ക് യു. എനിക്ക് ശ്രീകുമാറിന് ഇന്ന് കുറെ കൂടെ ഇൻഫർമേഷൻസ് കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരോ, പറയുടെ കാര്യമൊക്കെ. ഇവിടെ ശരിക്കും മീനമാസം 1-ാം തീയതിയാണ് ഉത്സവം തുടങ്ങുന്നത്. മീനം 1-ന് തുടങ്ങി 11-ലാണ് അവസാനിക്കുന്നത്. 4 കരകളാണുള്ളത്: ചവറ, കുറ്റിക്കാട്, കുളങ്ങര ഭാഗം, കോട്ടക്കൽ. അങ്ങനെ 10-ഉം 11-നുമാണ് ചമയവിളക്ക് മഹോത്സവം. ഈ
ഈ 2 ദിവസവും ആവർത്തനമാണ്. അതായത് ആദ്യത്തെ ദിവസത്തെ ചടങ്ങുകൾ തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. 2 ദിവസവും കെട്ടുകാഴ്ചയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കൊറ്റംകുളങ്ങര ക്ഷേത്രം. അപ്പം 10-ാം തീയതി നടക്കുന്ന ടോട്ടലായിട്ട് എത്ര ദിവസം 15-ാം തീയതി ചടങ്ങ് നടക്കുന്നത്? 11 ദിവസമാണ് 11 days ഉത്സവമാണ്. പക്ഷെ അതിനു മുമ്പേ ഉത്സവം തുടങ്ങുന്നുണ്ട്. പക്ഷെ കണക്ക് പ്രകാരം മീനമാസം 1-ാം തീയതിയാണ് പറയിട്ടിറങ്ങുന്നത്. ദേവി നാട് കാണാൻ ഇറങ്ങുന്നതാണ്. അതാണ് സങ്കല്പം. എന്നിട്ട് തിരിച്ച് 9-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നമ്മളിവിടെ പന്തലുണ്ട്. ആ പന്തലിലാണ് അവർ വിശ്രമിക്കുന്നത്. പ്രധാന വഴിപാട് കാണുന്ന ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പ്രസാദം കൊച്ചൻ. നമ്മുടെ ഈ തേങ്ങാപ്പാൽ വറ്റിച്ച് കിട്ടില്ലേ, അതന്നെ. നമ്മൾ ഓയില് തേങ്ങാപ്പാൽ വറ്റിക്കുമ്പോൾ വെളിച്ചെണ്ണ വരില്ല, അങ്ങനെ ഇവിടുത്തെ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇവിടെ ഇതുപോലെ വറ്റിച്ച ഇതാണ് അതിൻ്റെ മട്ടിയായിട്ട് വരുന്ന ഈ ഭാഗമാണ് കൊച്ചൻ. ഇതാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇച്ചിരി കിട്ടിയതായാലും പ്രസാദം കഴിക്കട്ടെ. എൻ്റെ ഫേവറേറ്റാണിത്. നമ്മൾ എണ്ണ ഉണ്ടാക്കില്ല, തേങ്ങാപ്പാൽ വറ്റിച്ചു അതുപോലെ ഇവിടെ ചെയ്യുന്നതാണ് കൊച്ചൻ നിവേദ്യം എന്നതിന് പറയുന്നത്. ഓക്കെ, അത് വളരെ പ്രധാനം, തേങ്ങാപ്പാൽ വറ്റിച്ചിട്ടുള്ള. എവിടുത്തെ വരുന്നേ? സ്ഥലം കൊല്ലമാണ്. ഞാൻ ട്രിവാൻഡ്രമാണോ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? 22 years ആയിട്ട് ചമയവിളക്ക് എടുക്കുന്ന ആളാണ്. പേരെന്തായാലും സുരേഷ്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യണം മിസ്റ്റർ സുരേഷ്. നല്ലൊരു സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് 22 വർഷമായിട്ട് ഇവിടെ ചമയവിളക്ക് എടുക്കാൻ വരുന്നുണ്ട് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ. ഏതൊരു പുരുഷൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്ത്രൈണത ഉണ്ടാവില്ല, ആ ഒരു സ്ത്രൈണതയുടെ ഒരു അവസരം, അത് ഒരു ഒരുങ്ങി വരാനല്ല, അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു വളരെ വിശേഷപ്പെട്ട ആചാരം. എന്താ പേര്? ഉത്തര. ഓക്കെ ഓക്കെ. ഹായ്. എവിടെന്നാ വരുന്നത്? കാലിക്കട്ട്. ഉണ്ടായിരുന്നോ? നിങ്ങൾ പക്ഷെ താലത്തിൽ എടുത്തിട്ടുണ്ടാവില്ലേ? അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചമയവിളക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? ട്രാൻസ് വുമൻ ആണ്. സർജറി എല്ലാം കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽ ആണ്. അതെ, പുരുഷന്മാർ വേഷം കെട്ടുക, പുരുഷാങ്കന്മാരാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ഒരാൾക്കും ഇവിടെ വിളക്കെടുക്കാൻ പറ്റില്ല. പുരുഷന്മാർക്ക് മാത്രമേ ഇവിടെ വിളക്കെടുക്കാൻ പറ്റൂ. ട്രാൻസ് LGBTQ+ ആണെങ്കിൽ പോലും അവർക്ക് എടുക്കാൻ പറ്റില്ല. അവരുടെ സ്ത്രീയുടെ മനസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നാൽ പോലും ഇവിടെ ഐതിഹ്യത്തിലെ പുരുഷന്മാർ വേഷം കെട്ടി വിളക്കെടുത്ത് ദേവി സംതൃപ്തിപ്പെടുത്താന്നാണ് പറയുന്നത്. അതുകൊണ്ട് സർജറി ചെയ്ത ട്രാൻസ് വുമൻസ് ആരും ഇവിടെ എടുക്കാറില്ല. അഥവാ എടുത്താൽ തന്നെ താലം എടുക്കാം, വിളക്ക് ദേവിക്ക് സമർപ്പിക്കാം. അഥവാ എടുത്താൽ തന്നെ അതൊരു തെറ്റായിട്ട് ആചാരത്തെ നമ്മൾ ലംഘിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അഥവാ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക, അവിടെ നമ്മുടെ ആചാരത്തെ ബഹുമാനിക്കുക. പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകളുടെ വേഷത്തിൽ. അതപ്പോ ആചാരത്തെ എല്ലാവരും ബഹുമാനിക്കണമല്ലോ. ഓരോ അമ്പലത്തിൽ ഓരോ ആചാരങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആരും എടുക്കാണ്ടിരിക്കുക, പുരുഷംഗമ മാത്രം ഇവിടെ വിളക്കെടുക്കാന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളിവിടെ 5-6 വർഷമായിട്ട് താല വേണം എടുക്കാൻ, നേർച്ച കൊടുക്കാണ്. താലം എടുക്കാറില്ല. എവിടെ താമസിക്കുന്നത്? കോഴിക്കോട് നിന്നാണ് അല്ലേ? കാലിക്കറ്റ്. എല്ലാ വർഷവും വരുന്നുണ്ട് അല്ലേ? എല്ലാ വർഷവും പറ്റുന്ന പോലെ. ഓക്കെ, ദേവിയുടെ അനുഗ്രഹത്തിൽ എല്ലാ വർഷവും. പ്രാവശ്യം നമ്മളെ പിറ്റേ പ്രാവശ്യം അതിന്റെയും കൂടെ നേർച്ചകൾ കൊടുക്കും. ഓക്കെ. ഒരു മാമിന്റെ ഒരു ഭയങ്കര സ്കിൻ കെയർ ഒക്കെ കാണാം. സന്തോഷം. താങ്ക് യു. ഇപ്പോൾ ക്ഷേത്രകുളത്തിൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് ആറാട്ട് നടക്കുന്ന കുളമാണ്. കാല് നനയ്ക്കാൻ എന്തായാലും. എന്ത് വലിയ ആലായത്! ലക്ഷ്മി, വെരി നൈസ്. ഓക്കെ, ക്ഷേത്രക്കുളവും അതിഗംഭീരം. സുനിൽ പുനലൂർ അഞ്ചൽ എന്നാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല സുന്ദരിയായിട്ടുണ്ട്. ആണോ?
ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? ഓർണമെന്റ്സ് ഒക്കെ നോക്കിയാൽ. അപ്പം നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ആരാ ചെയ്തു തരുന്നത് ഇതെല്ലാം? നമ്മളവിടെ അടുത്തൊരു അനൂപ് തമ്പി എന്ന് പറഞ്ഞ രണ്ടുപേരും ഓക്കെ. നിങ്ങൾ രണ്ടാളും എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലത്തുനിന്ന് തന്നെയാണ്. പേരെന്തായിരുന്നു? ജീവൻ ആൻഡ് നിരഞ്ജൻ. നിരഞ്ജൻ. ഇത് കണ്ട ആരെങ്കിലും പറയുമോ? രണ്ട് സുന്ദരി പെൺകുട്ടികളല്ലേ? അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു മേക്ക് ഓവറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് ഒരു ലേഡി ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും സുന്ദരികളായ ലേഡീസ്? നൈസ്. ഓക്കെ. ദേവിയുടെ ഒരു സങ്കല്പത്തിലെ രൂപമാണിത്. കുരുത്തോലിയിലുണ്ടാക്കി. എല്ലാ വർഷവും വരുന്ന ആൾക്കാരാണ് രണ്ടുപേര്. വൈറ്റ് ഹെയർ ഒക്കെ ആയിട്ട്. ഓക്കെ. എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് കായംകുളം. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും. ഇതൊരു ഐഡന്റിറ്റി ആണല്ലേ, വൈറ്റ് ഹെയർ ഒക്കെ ആയിട്ട്? അതെ അതെ. ഓക്കെ. വൈറ്റ് ഹെയർ ആൻഡ് നേരിയത് പോലത്തെ അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. എത്ര വർഷമായിട്ട് വരുന്നുണ്ട് അപ്പോൾ? ഓ അത്രയ്ക്ക്. ഓക്കെ. മോർ ദാൻ 22 years എന്നാണ് പറയുന്നത്. എല്ലാ വർഷവും വരും, ചമയവിളക്കെടുക്കും. ഓക്കെ. ദേവിയോട് പ്രാർത്ഥിക്കും. ദേവി അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നടത്തി തന്നിട്ടുണ്ടോ? എല്ലാം ആണോ? ഓക്കെ. ആ ശരി. അല്ല ആ വിശ്വാസം. ആ മാറാൻ വേണ്ടി വീട്ടിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഓക്കെ. ഓക്കെ. ഗംഭീരം. ഓക്കെ. ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും അമ്മയോട് എത്തി പറ്റിയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. മക്കളില്ലാത്തവര്, പിന്നെ ജോലി ഇല്ലാത്തവര്, അസുഖമായിട്ട് കിടക്കുന്ന കല്യാണത്തിന്റെ അങ്ങനെയൊക്കെയുള്ള എല്ലാം അമ്മ നടത്തും. അതെല്ലാം ഇവിടെ പ്രാർത്ഥിച്ചാൽ നടക്കും. നല്ല ഉയർച്ച വരും. ഓക്കെ. നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ പറയാം. ഓക്കെ. നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ വെളിപ്പുറത്തുണ്ടാകും ദേവി. ദേവി വളരെ എന്താ പറയുക, നമ്മൾ അമ്മയോട് പറയുന്ന പോലെ പറയാം, സങ്കടങ്ങൾ പറയാം, ആഗ്രഹങ്ങൾ പറയാം, അല്ലേ? എല്ലാം സാധിച്ചു തരുന്നതാണ് പറയുന്നത്. ഓക്കെ. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ല 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 അല്ലാതെ പ്രാർത്ഥനയോടുകൂടി. മനസ്സിലായി ആ ഒരു വിശ്വാസം ആണല്ലേ? ഓക്കെ. ഓക്കെ. അവരത്രയും ഇത് ഇട്ടിട്ടാണ് വരുന്നത്. ഓക്കെ. നോൺ വെജ് ഒന്നും കഴിക്കാതെ 2 weeks കംപ്ലീറ്റ് ആയിട്ട് വ്രതമൊക്കെ എടുത്തിട്ട് അത് സമർപ്പിച്ച് വരുന്ന ആൾക്കാരാണ്. അങ്ങനെ വന്നാലേ കാര്യമുള്ളൂ, അല്ല വെറുതെ ഒരു കാര്യത്തിന് വരേണ്ട കാര്യമില്ല. ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട് വരണം. കാര്യം രണ്ടാമതാണ് അല്ലേ? അത് അമ്മ അറിഞ്ഞ് ചെയ്യും. നമ്മൾ ഒരാളിനോട് ഒരു കാര്യം പറഞ്ഞു കഴിയണമെങ്കിൽ ആൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആളിന് നമ്മളോട് ഒരു ഇഷ്ടം. അതെ അതെ അതെ. എക്സാക്ട്. ശരിയാണ്. താങ്ക് യു. ലോ അക്കാഡമിയിലെ പല പ്രോഗ്രാംസിൽ ഗസ്റ്റ് ആയിട്ട് വരാറുണ്ട്. എന്താ പേര്? ന്യൂസ് 18 വർക്ക് ചെയ്യണം. ആൻഡ് യുവർ സെൽഫ്? സ്നോ. ഓ അടിപൊളി പേരാണല്ലോ. റയർ നെയിം. ഓക്കെ. ട്രിവാൻഡ്രം ആണോ പ്ലീസ്? അടിപൊളി. നിങ്ങൾ ഫസ്റ്റ് ടൈമാണോ? അല്ല, എൻ്റെ 8ാമത്തെ വർഷം. ഓക്കെ. 8ാമത്തെ വർഷമാണ്. ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ. എല്ലാ വർഷവും മീനമാസത്തിലെ 10-ാം തീയതിയും 11, 10, 11 മീനം 10, 11 ഇവിടെ ഈ ചമയവിളക്ക് നടക്കുന്നത്. അപ്പോൾ വരാത്തവർ വരിക. ഇതൊരു അനുഭവമാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു അമ്മയെപ്പോലെ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിഷമങ്ങൾ പറയാനും ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ സങ്കടങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുകയാണ്. ഇത് രാത്രി ഇപ്പോൾ ഒരു സമയം 1:15. ഞാൻ 12 മണിക്കാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ 1:15. ഇത് രാവിലെ 6 മണി വരെ പോകും ഈ കാര്യങ്ങളെല്ലാം. ഫൈനലായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നട അടയ്ക്കുന്ന വഴി ഇവിടെ ഈ തിരക്കുണ്ടാവും. 5 തിരിയിട്ട വിളക്കാണ് ചമയവിളക്കായിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് പുരുഷന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഒരു ആചാരം പറയുന്നത്, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ദേവിയുടെ ഒരു ചൈതന്യം കണ്ട ഒരു പാറയിൽ രക്തം പൊടിഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ തേങ്ങ ഉടച്ചപ്പോൾ. അത് കുറച്ച് പിള്ളേരായിരുന്നു, ആൺപിള്ളേരൊക്കെ ആയിരുന്നു അത്. അപ്പോൾ അവർ പിന്നെ പെൺകുട്ടികളായിട്ട് വേഷം കെട്ടി അവരിങ്ങനെ ആ രീതിയിൽ അവർ ദേവിക്ക് താലപ്പൊലി എടുത്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നീട് പിൽക്കാലത്ത് ഡെവലപ്പായി പുരുഷന്മാർ തന്നെ ചമയവിളക്ക് എടുത്താലേ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ. അതൊരു പ്രാർത്ഥനയാണ്. ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുന്നത്. അത്രയ്ക്ക് ഭംഗിയായിട്ട് അവർ മേക്ക് ഓവറാണ്. നല്ലതായിട്ട് സുന്ദരികളായിട്ട്. സ്ത്രീയാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. ഇതിൽ പുരുഷൻ ഏത് സ്ത്രീ നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും മനോഹരികളാണ് എനിക്ക് ചുറ്റും. ഈ ഒരു ദിവസം ഇവർക്കുള്ളൊരു ദിവസമാണ്. അവർക്കൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ നടക്കാൻ, അങ്ങനെ അവരുടെ മനസ്സിലുള്ള ആ സ്ത്രൈണത എന്തെങ്കിലും കുറച്ചെങ്കിലും സാറ്റിസ്ഫൈ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. വേറൊരു സുന്ദരി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചോദിക്കുക, എൻ്റെ പേരെന്താ? അരുണാണ്. എറണാകുളത്ത് വർക്ക് ചെയ്യണു. ഇത് ഫസ്റ്റ് ടൈമാണോ അതോ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? 4ാമത്തെ പ്രാവശ്യമാണ്. നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടീഷ്യൻ കറക്റ്റായിട്ടല്ലേ? എന്താ പറയുക,
അടിപൊളി സുന്ദരി ഗേൾ. എവിടെ ഒരുങ്ങിയൊക്കെ ചെയ്ത ആണല്ലേ, ഗംഭീരം ഓർണമെന്റ്സ്. എങ്ങനെയുണ്ട് ഒരു ലേഡി ആയിട്ട് ഒരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്ത് വന്നപ്പോൾ എന്ത് തോന്നുന്നു? ആണല്ലേ, സാരിയൊക്കെ കൊടുത്ത് അതാണ് നല്ലൊരു രസമല്ലേ. പിന്നെ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് അവർക്കൂടെ. അവരുടെ ഒരു ആഘോഷം, അവരുടെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. കാര്യം അവരെല്ലാം സർജറി എല്ലാം കഴിഞ്ഞിട്ട് സ്ത്രീകളായി മാറിക്കഴിഞ്ഞവരാണ് മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ അവർക്ക് ചമയവിളക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് വന്നവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ അമ്മയിൽ, ഈ ദേവിയിൽ, ഭഗവതിയിൽ. അപ്പോൾ അവരുടെയും കൂടെ ഒരു ഫെസ്റ്റിവലാക്കി ഇത് മാറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും അല്ലാണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഒത്തിരി പെടും. ഇത് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കും. ഇതൊരു അനുഭവമാണ്. ഞാനിത് ഫസ്റ്റ് ടൈം, എനിക്കത് ഭയങ്കര എന്താ പറയുക, നമുക്ക് മനസ്സിലിങ്ങനെ തട്ടുന്ന അനുഭവം പോലെ എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് മറ്റേ ഹെയറൊക്കെ ചെയ്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ മന്ത്ര, പിന്നെ അതുപോലെ കിരൺ, പിന്നെ ശ്രുതിയെല്ലാം വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ശ്രുതിയെ കാണാൻ പറ്റുകയാണെങ്കിൽ. ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല, അവരെല്ലാം അങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് വരുന്നു. ഹലോ, ടോൾസ് ബ്യൂട്ടിഫുൾ. എന്താ പേര്? ജെറി. എവിടെയാ സ്ഥലം? എറണാകുളം. ഫസ്റ്റ് ടൈം? എത്ര? 8ാമത്തെ വർഷമോ? 8 years ആയിട്ട് ചെയ്യാണ് ജെറി. ഹൈറ്റ് നോക്കിയാണ് അല്ലെ, മറ്റേ റാമ്പ് വാക്കിനൊക്കെ പോകാൻ അത്രയും സുന്ദരിയായിട്ടുണ്ട്. ഗംഭീരം, അടിപൊളി. നിങ്ങൾ രണ്ടാളും? ഞാന് അച്ഛൻ, അത് മോൻ. ഓ, അച്ഛനും മോനുമാണ് രണ്ടുപേരും ചമയവിളക്കെടുത്ത്. ആരും പറയില്ല കേട്ടോ, ഇത് നല്ലതായിരിക്കുന്നു. ഞങ്ങൾ പാലക്കാട്. സൗന്ദര്യം കൊണ്ട് ഒരു രക്ഷയില്ല രണ്ടാളും. പാലക്കാട് നിന്നാണ്. എത്രാമത്തെ പ്രാവശ്യം ഇത്? എത്രാമത്തെ ടൈമാണ് ഇത്? ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ഇനിയും വരണമെന്ന് തോന്നുന്നുണ്ട്. മോനെങ്ങനെ ഇഷ്ടമായോ? ശരി, ഓക്കെ ചേച്ചി, താങ്ക് യു. ശരി. അദ്ദേഹം സെക്രട്ടറിയാണ് ഇവിടുത്തെ പ്രസിഡന്റ്. നമ്മൾ സെക്രട്ടറിയെ കണ്ടിരുന്നതായിരിക്കും. ഓക്കെ, ഇത് പ്രസിഡന്റാണ്. ഇതൊരു അധ്യാപകനാണ്. അദ്ദേഹം ഒരുപാട് പാട്ടുകളൊക്കെ അമ്മയെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ പാടിയിരുന്നോ? ഓ, ശരി. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംഗീത മ്യൂസിക് വിഭാഗം മേധാവി ഡോക്ടർ ധനലക്ഷ്മി. ഓക്കെ, പാടിയിരുന്നു. ഞാൻ ദേവിയെ കുറിച്ച് എഴുതിയ ഒരു കീർത്തനം അവിടെ ശാസ്ത്രീയ സംഗീതമായിട്ട് ആരംഭിച്ചത്, കീർത്തനമായിട്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുരാതന കാലത്ത് ജനവാസമില്ലാതെ കാടായിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരു വനസദൃശമായ പ്രദേശമായിരുന്നു. എന്ന് പറയുമ്പോൾ ഈ ഫലവൃക്ഷങ്ങളും പാഴ്വൃക്ഷങ്ങളും ഒക്കെ ചേർന്ന് ഒരു കാടുപടലും നിറഞ്ഞ ഒരു വന സദൃശമായ ഭൂപ്രദേശമായിരുന്നു. വീടുകളോ കടകമ്പോളങ്ങളോ ജനവാസമൊന്നുമില്ലായിരുന്നു. അപ്പൊ ആകെണ്ടായിരുന്നു ഈ വൃക്ഷങ്ങളെ കൂടാതെ ആ ഭാഗത്ത് ഈ ശ്രീകോവിലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുളം, അതിന് ഭൂതക്കുളം എന്നായിരുന്നു പേര്. പിന്നെ ഇവിടെ കിഴക്കവശം കാണുന്ന ഈ ചിറയുണ്ട്. പക്ഷെ ഈ ചിറ ഇപ്പൊ കൽച്ചിറയാണ്. കൽപ്പിത്തി കേട്ടിട്ടുണ്ട്, അന്ന് കൽപ്പിത്തി ഇല്ല. മഴക്കാലത്ത് ഈ വെള്ളം കരകവിഞ്ഞൊഴുകി തെക്കോട്ടൊരു പാടത്തേക്ക് ഒഴുകാൻ, അത് കാരണം ഇവിടെ സമൃദ്ധമായിട്ട് ഇങ്ങനെ പുല്ല് വെള്ളം വേണം. അപ്പൊ അത് കാരണം ഈ ദൂരെയൊക്കെയുള്ള ആൺകുട്ടികള് കന്നുകാലികളെ മേയ്ക്കാനായിട്ട് ഇവിടെ വരും. അപ്പൊ അങ്ങനെ കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ഈ കായിക വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും വരുന്ന സമയത്ത് ഇവർക്കൊരു നാളികേരം അടന്നു വീട് കിട്ടി തേങ്ങ. അപ്പൊ ഇവര് ഇതിന്റെ തൊണ്ടിളക്കി ഇതിന്റെ തേങ്ങ ഭക്ഷിക്കാനായിട്ട് ഇതൊന്ന് തൊണ്ട് പൊളിക്കാൻ നോക്കിയപ്പോഴും അവരുടെ കയ്യിൽ ഈ തേങ്ങ പൊളിക്കാൻ വെട്ടുകത്തിയോ പാരയോ നോക്കിയപ്പോൾ ഈ ദേവിയുടെ വിഗ്രഹം ഇരിക്കുന്ന ആ സ്ഥലത്ത് ഈ ശില കണ്ടു. പക്ഷെ അന്ന് അവർക്ക് ദേവി അതേ ശില തന്നെ, അന്ന് അവര് കണ്ട അതേ ശില തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠ. അവരിങ്ങനെ 4 വശവും ഇത് പൊളിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവർ ഞാൻ നോക്കിയപ്പോ ഈ കല്ല് ഉയർന്നു നിൽക്കുന്നതാണ്. അതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല. ഈ തേങ്ങ കിട്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവർക്ക് സന്തോഷമായി. അവർ കൊണ്ടുവന്ന് ഈ തേങ്ങ കൊണ്ടുവന്ന് ഈ കല്ലിൽ ഇടിച്ച് പൊളിച്ച് തൊണ്ടെല്ലാം ഇളകി കഴിഞ്ഞാൽ ചിരട്ട കല്ലിൽ തട്ടി ഒരു പീസ് ഒരു കഷ്ണം അടർന്നു പോയി. അടർന്ന ഭാഗത്ത് നിന്ന് രക്തം ഇങ്ങനെ കുടുകൂടാന്ന് വാർന്നു വന്നു. പിള്ളേർ ഭയന്ന് വീടുകളിലേക്ക് ഓടി. വീട്ടുകാര് വന്നു, അവർ കണ്ട് ഭയന്നു. അതിനുശേഷം നാടുകാഴിയെ വരെ അറിയിച്ചു. നാടുകാഴിക്ക് സംശയം തോന്നി അദ്ദേഹം കൊട്ടാരം ജോത്സ്യനെ വരുത്തി പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വീരഭട്ടാരിക കുടികൊള്ളുന്നത്. വീരഭട്ടാരി എന്ന് പറയുമ്പോൾ അറിയാം. വീരഭട്ടാരി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ മൂർത്തികളുണ്ട്. ഈ സംഹാരമൂർത്തിയായ ശിവന്റെ 3ാം കണ്ണിൽ നിന്ന് ആവിർഭവിച്ച ആദിപരാശക്തിയുടെ അവതാരമാണ് ദുർഗാ ഭഗവതി. ഈ ദുർഗാ ഭഗവതിയുടെ വാസസ്ഥാനം എന്ന് പറഞ്ഞാൽ വിന്ധ്യാപർവ്വത നിരകളാണ്.
അപ്പൊ ഈ ഭഗവതിക്ക് 2 ഭാവങ്ങളുണ്ട്, ഒന്ന് ശാന്തവും ഒന്ന് ബീഭത്സവും. ബീഭത്സ ഭാവത്തിന്റെ ഒരു രൂപമാണ് ഈ ഭദ്രകാളി. 1000 ഭദ്രകാളിമാർ ചേരുമ്പോൾ ഒരു വീരഭട്ടാരി. അങ്ങനെയുള്ള വീരഭട്ടാരിയാണ് എന്ന് പറയുന്നത് ഉഗ്രരൂപിണി, ശക്തി സ്വരൂപിണി, അതേസമയം അഭീഷ്ടദായിനി, ശാന്തസ്വരൂപിണി, എല്ലാ ഭാവങ്ങളും കലർന്ന ദേവിയാണ്. ദുഷ്ടനിഗ്രഹം ഒപ്പം സാധുക്കളെയും നല്ല മനസ്സുള്ളവരെയും സഹായിക്കുക. അങ്ങനെ 2 ഭാവങ്ങളുള്ള ദേവതയാണ് ഈ തിരുവുമില്ലാത്ത കുടിയുള്ളത്. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഈ ശില ഇവിടുന്ന് ഇളക്കാതെ, കാരണം ഇത് സ്വയംഭൂവാണ്, ഭഗവതിയുടെ സ്വയംഭൂ വിഗ്രഹമാണ്. അപ്പൊ അതെന്ന് സാധാരണ ദേവീ ക്ഷേത്രങ്ങളിൽ ദേവിയുടെ രൂപം കുത്തിവെക്കും, ഇതിന് രൂപമില്ല, ഒരു പാറകഷ്ണമാണ്. ഇത് തുടർന്ന് ഇളക്കരുത്, ഇതുപോലെ നിർത്തിക്കൊണ്ട് ശ്രീകോവിൽ പണിഞ്ഞ് പൂജ ചെയ്യണം. അപ്പൊ ശ്രീകോവിൽ മേൽക്കൂര പാടില്ല, അത് പറഞ്ഞു. അപ്പം അങ്ങനെ അന്ന് പെട്ടെന്ന് ഈ താന്ത്രിക വിധി പ്രകാരം ഇത് നിർമ്മിക്കാനുള്ള പ്രയാസം കൊണ്ട് അന്ന് ലഭ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് അടയ്ക്കാമരത്തിന്റെ തടി, ഈ കവുങ്ങിന്റെ, പിന്നെ വാഴപ്പോള, കുരുത്തോല. ഇതുകൊണ്ട് താൽക്കാലികമായ ക്ഷേത്രത്തെ ഈ ക്ഷേത്രം നിൽക്കുന്ന അതേ സ്ഥാനത്ത് വിജയ മാതൃകയിൽ അന്ന് നിർമ്മിച്ചതാണ്. ആ മാതൃക നോക്കിയാണ് പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. മുമ്പേ നാടുവഴികളും രാജഭരണ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ ക്ഷേത്രം തച്ചുശാസ്ത്ര വിധി പ്രകാരം വന്നത് അന്ന് അവര് നിർമ്മിച്ച കുരുത്തോല പന്തലിന്റെ മാതൃകയാണ്. അപ്പൊ അങ്ങനെ നിർമ്മിച്ചുകൊണ്ട് ഈ വിളക്ക് കൊളുത്തി, അതുപോലെ തന്നെ ഒരു ഉത്സവ ആഘോഷത്തിന്റെ രീതിയിൽ പൂജകളൊക്കെ നടത്തി. അപ്പൊ അന്ന് ഈ വെള്ളയ്ക്കായും ഈർക്കലും ഒക്കെ കൊണ്ട് ജനവാസമില്ലെന്ന് പറഞ്ഞു കുതിരയെ കെട്ടി ആൺകുട്ടികൾ ഉത്സവം ആഘോഷിച്ചു. അപ്പം വിളക്കെടുക്കണം. അപ്പം ജനവാസം ഇല്ലാത്തതുകൊണ്ട് പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ആൺകുട്ടികള് പെൺവേഷമിട്ട് അവര് വിളക്കെടുത്തു. അപ്പൊ ആൺകുട്ടികൾ പെൺവേഷം ഇട്ട് വിളക്കെടുത്തുകൊണ്ട് ചമയവിളക്കെന്നുള്ള പേര് വന്നു. അന്ന് ആ ആൺകുട്ടികൾ തുടങ്ങി വെച്ച അനുഷ്ഠാന കർമ്മം തലമുറകളായി മാറി മാറി കൈമറിഞ്ഞ് ഇന്നും അതേ അതിന്റെ തനിമയും മഹിമയും ചോർന്നു പോകാതെ ഇന്നും അതേ രീതിയിൽ തുറന്നു പോവുകയാണ്. ഇപ്പം സാങ്കേതികമായി ഇതിന്റെ ഭരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. പക്ഷെ അതേസമയം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വിശാല പരിധിയിലെ 4 കരകൾ, ചവറ, പുതുക്കാട്, കുളങ്ങരഭാഗം, കോട്ടയ്ക്കൽ, ഈ 4 കരകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഒരു ക്ഷേത്ര ഉപദേശക സമിതിയും കമ്മിറ്റിയുണ്ട്. അതുപോലെ തന്നെ ഓരോ കരയ്ക്കും സബ് കമ്മിറ്റിയുണ്ട്, കര കമ്മിറ്റിയുണ്ട്. അപ്പൊ 4 കര കമ്മിറ്റികളും കേന്ദ്ര ഉപദേശക സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ സംയുക്തമായിട്ടാണ് ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും. ഇപ്പോൾ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പൊ ചിങ്ങമാസത്തിൽ നിറയും പുത്തരിയുണ്ട്, അത് കഴിഞ്ഞാൽ തുലാമാസത്തിൽ സപ്താഹം, അതുപോലെ തന്നെ നവരാത്രി മഹോത്സവം, പിന്നെ വൃശ്ചിക മാസത്തിൽ മണ്ഡലച്ചെറുപ്പ്, ഭദ്രകാളിപ്പാട്ട്, കളമെഴുത്തും പാട്ടും, പിന്നെ പിന്നെ ചന്ദ്രപൊങ്കാല, നാരങ്ങ വിളക്ക്, മീനമാസത്തിൽ ചമയവിളക്ക്, മുന്നോടിയായിട്ട് അൻപലിപ്പറ, പിന്നെ കടത്താറ്റ് വയൽ പൊങ്കല, അതുപോലെ മേടമാസത്തിൽ വിഷുക്കണി. ഇങ്ങനെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ചമയവിളക്കാണ്. കാരണം അത് ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ ഈ ചമയവിളക്കിന്റെ നിർവഹണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും കേന്ദ്ര ഉപദേശക സമിതിയും ഈ 4 കരക്കമ്മിറ്റികളോട് ചേർന്നുകൊണ്ടാണ്. അപ്പം മീനം 1-ാം തീയതി പറക്കെഴുന്നള്ളത്ത് ആരംഭിക്കും ചവറക്കരക്കാരാണ്. അപ്പൊ ഈ 2 ദിവസം വീതം 8 ദിവസങ്ങൾ കൊണ്ട് ചവറ, പുതുക്കാട്, കുളങ്ങരഭാഗം, കോട്ടയ്ക്കാവും ഈ ക്രമത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 9-ാം ദിവസം ഭഗവതിക്ക് വിശ്രമമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10ഉം 11ഉം ചമയവിളക്ക്. ഇപ്പൊ രാവിലെ പുലർച്ചയിൽ ഈ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും കഴിഞ്ഞിട്ട് ഇവിടെ കിഴക്ക് കുറച്ച് കിഴക്ക് മാറി ദേവസ്ഥാനമുണ്ട്, കുഞ്ഞാലുമൂട്, ഒരാൾത്രയും ദേവസ്ഥാനമാണ്. അവിടെ നിന്നും ഈ വ്രതാനുഷ്ഠാനത്തോടെ യുവാക്കൾ പുലർച്ച നടത്തി ഇവിടെ വരും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വിശേഷാൽ പൂജകളൊക്കെ നടത്തിയിട്ട് പൂജകളൊക്കെ പൂർത്തിയാക്കി പിന്നെ 3 മണിക്ക് ചമയവിളക്ക് ഈ കെട്ടുകാഴ്ച ആരംഭിക്കും. ഈ 4 കരകളുടെയും പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് അലങ്കരിച്ച വണ്ടിക്കുതിരകള്, നെറ്റിപ്പട്ടം കെട്ടിയ ജൈവീരന്മാരെ കെട്ടുകാഴ്ച, അതുപോലെ മറ്റു ദൃശ്യങ്ങളെല്ലാം ഇവിടെ വന്ന് സമാപിക്കും. എന്നിട്ട് 4 കരകളുടെയും പൊതുവായ ഒരു എടുപ്പുകുതിര ഉണ്ടായിരുന്നു. ഇതെല്ലാം ശ്രീകോവിൽ വലം വെച്ച് നേരെ ഞാൻ കിഴക്കോട്ട് പോകും. ഈ സമയത്ത് പിന്നെ അതിന് പിന്നാലെ ഭഗവതി കെട്ടുകാഴ്ച കാണാനായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. എന്ന് പറയുമ്പോൾ ഈ വിശ്വജനനിയുടെ രൂപം കുത്തിവെച്ചിട്ടുള്ള ഓങ്കാര ബീജാക്ഷരിയുടെ രൂപം ആവാഹിച്ച ജീവത മുൻപിലും പിൻപിലുമായിട്ട് 2 ദാസന്മാരെ ഒന്ന് ചുമലിലേന്തും, അതുപോലെ നാന്തകമെന്തിയ വെളിച്ചപ്പാട്, ഓലക്കുട, അതുപോലെ തന്നെ തൂക്കുവിളക്ക്, വാളും പരിചയം. അത് ഈ 12ാമത്തെ ദിവസമാണോ? അല്ലെ 10, 12, 2 ദിവസം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സംവിധാനം ഈ പറയ്ക്കെഴുന്നള്ളുമ്പോ തന്നെ ഉണ്ട്. ഈ മീനം 1-ാം തീയതി ചവറക്കരക്കാര് പറയിടൽ തുടങ്ങുമ്പോൾ ഈ രീതിയിലാണ് ജീവതയും അനുബന്ധ കാര്യങ്ങളും അതുപോലെയാണ്. അതേ രീതിയിൽ തന്നെയാണ് ഈ കെട്ടുകാഴ്ച കാണാനായിട്ട് ഭഗവതി ശ്രീകോവിലിൽ ഇറങ്ങുന്നത്. ഇറങ്ങി കഴിഞ്ഞാൽ നേരെ മൈതാനത്ത് ചെല്ലും. മൈതാനം ചെല്ലുമ്പോൾ ഭഗവതിക്ക് ഇരിക്കാനായിട്ട് വിശ്രമിക്കാനായിട്ട് ആ മൈതാനത്ത് 2 പിന്നെ കുരുത്തോലപ്പന്തൽ. അതിനുവേണ്ടി അവിടെ ഇടവും വലവുമായിട്ട് 2 കൽത്തറയുണ്ട്. അതിനെ കാക്കാത്തി കല്ലെന്നാണ് പറയുന്നത്. അതിന്റെ പിന്നിലൊക്കെ ഐതിഹ്യമുണ്ട്, ചരിത്രമുണ്ട്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 കരകളുടെയും ദേവസ്വം ബോർഡിന്റെയും ഉപദേശക സമിതിയുടെയും മേൽനോട്ടത്തിലാണ് ഉത്സവം നടത്തുന്നതെങ്കിലും
10-ാം തീയതി ഉത്സവം ചവറ പുതുക്കാട് കരക്കാരുടെ മേൽനോട്ടത്തിലും 11-ാം തീയതി ഉത്സവം കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം കരക്കാരുടെ മേൽനോട്ടത്തിലുമാണ്. പക്ഷേ എല്ലാവരുടെയും പങ്കാളിത്തവും സാന്നിധ്യത്തിന്റെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കെട്ടുകാഴ്ച 10-ാം തീയതി ഇറങ്ങി കഴിഞ്ഞാൽ ഈ തെക്കേ കല്ലിന്റെ മുകളിൽ കുരുത്തോലപ്പന്തൽ വരും. ഈ അടയ്ക്കാമരവും അഴപ്പോളയും കുരുത്തോലയും കൊണ്ട് വരും. അപ്പൊ അതിന് നമ്മളിവിടെ പറയുന്ന പേര് അരങ്ങെന്നാണ്. അപ്പൊ 10-ാം തീയതി 3 മണിയോടുകൂടി തെക്കേ അരങ്ങ് കഴിഞ്ഞാൽ ഭഗവതി നേരെ അവിടെ ഇരുന്നുകൊണ്ട് കെട്ടുകാഴ്ച കാണും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നേരെ കിഴക്കോട്ട് പോയി ആ കുഞ്ഞാലുമൂടിന് വടക്കുള്ളൊരു വയലുണ്ട്, കാഴ്ച വയൽ. അതിന് കടത്താറ്റ് വയൽ എന്നാണ് പറയുന്നത്. അതിന്റെ വടക്ക് വശത്തോട് ഒരു കടത്താറ് പണ്ടൊരു വയൽ, അങ്ങനെ കടത്താറ്റ് വയൽ. ഈ കടത്താറ്റ് വയലിലാണ് ഈ കെട്ടുകാഴ്ച സമാപിക്കുന്നത്. അപ്പം അത് ഈ കെട്ടുകാഴ്ച അവിടെ എത്തിക്കഴിഞ്ഞ് ഈ മൈതാനത്ത് വയലിൽ നിരന്നു കഴിയുമ്പോൾ ഈ ഭഗവതി പുറമെ അവിടെ എത്തും. അവിടെ ഒരു ആൽത്തറയുണ്ട്, ദേവസ്ഥാനമുണ്ട്. അവിടെ പൂജാതി കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം ഇതെല്ലാം മടങ്ങി ഇവിടെ എത്തും, കുരുത്തോലപ്പന്തലിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അതിന് സമയമാണ്. അത് കഴിഞ്ഞ് അല്ല അങ്ങനെയല്ല. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സേവ നടക്കണം. സേവ പിന്നെ സംഗീത സേവത്ത് ഇതെല്ലാം കഴിഞ്ഞ് വെളുപ്പിലൊരു 3 മണിയാകുമ്പോൾ ചമയുള്ള ആറാട്ട് കുരുത്തോലപ്പന്തലിൽ വിശ്രമിക്കുന്ന ഭഗവതി നേരെ കുഞ്ഞാലുംപടി പോകും. അവിടുന്ന് അനുഗ്രഹവർഷിണിയായിട്ട് ഈ ആറാട്ട് കടവിലേക്ക് വരും. ഈ സമയത്ത് ഈ സ്ത്രീവേഷമണിഞ്ഞ പുരുഷന്മാര് ചമയവിളക്കുമായിട്ട് ദേവിക്ക് അകമ്പടി സേവിക്കണമെന്നുള്ളതാണ് ഈ ചമയവിളക്കിന്റെ ഐതിഹ്യം. അതാണ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആ സമയത്ത് ചമയവിളക്ക് എടുത്തെങ്കിലേ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. അതായത് ഈ ഐതിഹ്യം അനുസരിച്ച് ഒരു നേർച്ച പ്രകാരം നേർച്ച അനുസരിച്ച് അങ്ങനെ എടുക്കുന്നവർക്ക് മാത്രമേ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ വരുന്നവരുണ്ട് സന്ധ്യയ്ക്കും ശരിക്കും ദേവി എഴുന്നള്ളത്ത് കഴിഞ്ഞ് വന്ന് ആറാടി കുരുത്തോലപ്പന്തലിൽ പോയി പൂജാ കർമ്മങ്ങൾ കഴിയണം. അവിടെയാണ് ഈ ചമയവിളക്കിന്റെ സാന്നിധ്യം വേണ്ടത്. പക്ഷെ പലരും നേരത്തെ വന്നിട്ട് പോകാറുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പൊ ഈ ആറാട്ടിന് വരുമ്പോൾ 2 സൈഡിലും ചമയവിളക്കായിട്ട് അകമ്പടി നിൽക്കാം. ദേവി ആറാട്ട് കഴിഞ്ഞിട്ട് 10-ാം തീയതി തെക്കേ കുരുത്തോലപ്പന്തലിൽ വിശ്രമിക്കും. അപ്പോഴത്തേക്ക് നേരം വെളുക്കും, സൂര്യോദയമാവും. അപ്പം പിന്നെ അനുഗ്രഹം എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത് ദർശനം കൊടുത്ത് ഭസ്മപ്രസാദം കൊടുക്കുമ്പോൾ ചടങ്ങ് 10-ാം തീയതി ഉത്സവം തരും. ഇതേ ചടങ്ങുകൾ തന്നെയാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ 12-ാം തീയതി പുലർച്ചയിൽ പ്രഭാതത്തിൽ സൂര്യോദയ സമയത്ത് ഈ ചടങ്ങുകൾ ഇതുപോലെ പൂർത്തിയാവുമ്പോൾ വിശ്വപ്രസിദ്ധമായ ചമയവിളക്കിന് കൊറ്റങ്കരയിൽ സമാപനം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കുരുത്തോലപ്പന്തലിൽ നിന്നാണ് കുരുത്തോലപ്പന്തലിൽ നിന്നല്ല, ഒരു തേങ്ങയിൽ നിന്നാണ് വീണ് ഗോപാലന്മാർ കിട്ടിയ ഒരു തേങ്ങയാണ്. ഇവിടെ വന്നപ്പോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ കാണുന്നു. രഞ്ജുമാർ ഹരിണി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഒരു ബ്യൂട്ടി പേജന്റോ ഒരു ഫംഗ്ഷൻ വെച്ചായിരുന്നു അല്ലേ കൈരളിയില്. ഓക്കെ ഹരിണിയുണ്ട്. മന്ത്രയ്ക്ക് വന്നേ. അയ്യോ മന്ത്രയെ കണ്ട കാലം മറന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും മന്ത്രേ. എന്റെ കൂടെ കുറെ നാളെ മേക്കപ്പിന്റെ കാര്യങ്ങൾക്കൊക്കെ മന്ത്രേ വന്നോണ്ടിരുന്നത്. മന്ത്രേ എന്തൊരു സുന്ദരിയാ. ഹാപ്പി അല്ലേ? ഇന്നലെ വന്നിരുന്നോ അതോ ഇന്നലെ ഉണ്ട്? സുധി ഉണ്ടെന്ന് പറഞ്ഞു. സുധി ഒരുങ്ങി കഴിഞ്ഞില്ല. എത്തിയോ? അവിടെ എത്താറായിട്ടുണ്ട്. നൈസ്. എല്ലാരെയും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ലക്ഷ്മി ചേച്ചി ഇവിടെ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകല് കലശമുണ്ട്. മനസ്സിലായി. ഞാൻ ആ വീഡിയോ കണ്ടു. ആ കലശത്തിന്റെ ഇത് കൊടുത്തു അല്ലേ ഇവിടെ? ദേവിക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ ഇനി എല്ലാ വർഷവും കലശത്തിന് ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ഭാഗ്യം തന്നെയാണത്. ആയിക്കോട്ടെ. ഓക്കെ താങ്ക് യു. എനിക്ക് വിളക്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ, എനിക്കൊന്നും പറ്റില്ല. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. മനസ്സിലായി. ഓക്കെ താങ്ക് യു. ഈ ചമയവിളക്ക് വെച്ചിരിക്കുന്ന എല്ലാവരും തന്നെ പുരുഷന്മാരാണ്. പക്ഷെ നിങ്ങളെ ആരെയും കണ്ടാൽ ഇപ്പൊ പുരുഷന്മാരാണെന്ന് തോന്നില്ല. ബ്യൂട്ടിഫുൾ ലേഡീസ്, രക്ഷയില്ല. അപ്പൊ ഈ പെൺകുട്ടികളാണെന്നുള്ള ഫീലിംഗിൽ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ തൊട്ടുക സന്തോഷം. എവിടെന്നാ വരുന്നത്? അടൂര്. ഓക്കെ കൊട്ടാരക്കര. ഓക്കെ കൊച്ചുതിരുമേനിയാണ്. എനിക്കൊരു പ്രസാദം കൂടി കിട്ടി. ഓക്കെ താങ്ക് യു. പേരെന്താ മോന്റെ? വിശാല്. 9th പഠിക്കുന്നത്. എവിടെ സ്ഥലം? ഫസ്റ്റ് ടൈം ആണോ? ആദ്യമായിട്ടാണോ? 3ാമത്തെ പ്രാവശ്യം. ഓക്കെ സന്തോഷം. ഓക്കെ ഹലോ. മോനാണല്ലേ? മോന്റെ പേരാ? ആനന്ദരാജ്. ഏത് ക്ലാസ്സായി? 9th. ഇതങ്ങനെ ആനന്ദരാജ്. എങ്ങനെ ഇത് ആദ്യത്തെ പ്രാവശ്യമാണോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി അല്ലേ? ഫസ്റ്റ് ടൈം. നന്നായിട്ടുണ്ട്. സുന്ദരിയായിരിക്കും. ഇതൊരു മോൻ, അത് വേറൊരു മോൻ. ഇങ്ങനെ വന്നേ. ചെറിയ കുട്ടികൾ ഏത് പ്രായത്തിലുള്ളവരാണ് നോക്കി, എല്ലാവരും ചെറുത് മുതൽ വലുത് വരെ. അതെ ഇവരെല്ലാവരും ചമയവിളക്ക് എടുക്കാനായിട്ട് പെൺകുട്ടികളായിട്ട് വന്നിരിക്കുവാണ്. ഓക്കെ
ഇത് എന്നെ പഠിപ്പിച്ച സാറ് സാറ് ബാങ്ക് വെച്ച് സാറ് ദിസ് ഇസ് യുവർ ബ്രദർ. ഓക്കെ, ബ്രദറാണ്. ഒരു കുറി ചാനൽ ആണോ? അയ്യോ സന്തോഷം. താങ്ക് യു. ഒരു ഫോട്ടോ എടുക്കണം അല്ലേ? ഓക്കെ. ഇവരെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഡൽഹി ആൻഡ് ബാംഗ്ലൂർ. ഓക്കെ, ഇവരെല്ലാവരും ഡൽഹി ബാംഗ്ലൂർ ആണ്. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? It's good. It's been the fourth year. Fourth year? Oh. Continuous. All of you? No, some of first time. Okay. So we motivated them to come. Okay, very good. Some of us we have been able to continue for the last 4 years. Okay. And it's been a great journey, and hope that we come each and every Each year. year, yeah. And we cherish this part, specifically this moment when we come, get ready, Okay. as like specifically to pray to God and Okay, get our wishes fulfilled, and specifically to get a chance to come to Kerala. Oh, that's nice. And to visit this beautiful Okay. വളരെ സന്തോഷം. 4 വർഷമായിട്ട് വരുന്നു. ഇനിയുള്ള വർഷങ്ങൾ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ഡൽഹി ആൻഡ് ബാംഗ്ലൂർ എന്നാണ്, മലയാളികളല്ല. സോ അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നൈസ് മീറ്റിംഗ്. ഓക്കെ, താങ്ക് യു. വേണ്ട, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ അതല്ലേ. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവർക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. അതിൽ കുറച്ച് ആൾക്കാർ 4 വർഷമായിട്ട് വരുന്നു, ചില ആൾക്കാർ ഇൻസ്പയർഡ് ആയിട്ട് വരികയാണ്. എത്ര വർഷമായിട്ട് ചെയ്യുന്നു? കൊച്ചിലെ എടുത്തിട്ടുള്ളതാണ്. ആണല്ലേ, പിന്നെ ഒരു ബ്രേക്ക് വന്നു അല്ലേ? ഓക്കെ, അതിനുശേഷം പിന്നെ ആദ്യമായിട്ടാണല്ലേ? അച്ഛൻ കൊണ്ടുവന്നിട്ടില്ല. നേരത്തെ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ പ്രാവശ്യമാണ്. എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ കേരളീയ, അതായത് ഒരു കേരള സ്റ്റൈൽ ഡ്രസ്സ് തന്നെ ആയിരിക്കണം എന്നാണ്. പട്ട് സാരിയോ പിന്നെ ഹാഫ് സാരിയോ അല്ല അങ്ങനത്തെ ഡ്രസ്സുകൾ. നേരിയത് സാരി, നേരിയത് ഉണ്ട്, പിന്നെ സ്കേർട്ടും ബ്ലൗസും പട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കസവുമായിട്ട് അങ്ങനെ ഒരു വേറെ സ്റ്റൈൽ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് ശ്രീ മണികണ്ഠൻ ഇദ്ദേഹമൊക്കെയാണ് വെളിച്ചപ്പാട് പോലെ തുള്ളുന്നത്. അതിനെന്താ പറയുന്നത്? അതിനൊരു പേര് എഴുന്നള്ളത്തുകാരെന്നാണ് പറയുന്നത്. അവരാണ് ഇങ്ങനെ തുള്ളുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ദേവിയുടെ അനുഗ്രഹമുള്ള ആൾക്കാരാണ്. ഒരു 41 ഡേയ്സ് വ്രതത്തിലാണ്. ഇവിടെ താമസവും ഇതിനകത്ത് തന്നെയാണ്. 41 ദിവസത്തെ വ്രതം ആണ് അല്ലേ വ്രതം. നമ്മളിനി കുരുത്തോല പന്തൽ കാണാനായിട്ട് പോവാണ്. കമുകും വാഴപ്പോളയും മാത്രം കൊണ്ടുള്ള കുരുത്തോല പന്തലാണ്. ഈ കുരുത്തോല പന്തലിലേക്കാണ് ദേവി വരുന്നത്. അവിടെ 2 കരക്കാരുടേതായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കുരുത്തോലയും വാഴപ്പോളയും കമുകും, അതാണ് കൺസ്ട്രക്ഷൻ. ഇതെല്ലാം എല്ലാവരും ഇവിടേക്കാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നത്. എല്ലാം ഈ ഒരു ഇന്നത്തെ ദിവസത്തിൻ്റെ ഫൈനൽ ദേവി ഇവിടേക്ക് വരും. നേരം വെളുക്കും. അപ്പോൾ ഏകദേശം 4 മണി 5 മണി അടുപ്പിച്ചാണ് വരുന്നത്. ദേവി ഇപ്പോൾ വിശ്രമിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നും കുഞ്ഞാലുമൂട് വരെയുള്ള ഒരു യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രക്കുളം വരെയുള്ള യാത്ര. 2 സൈഡിലും ഈ പുരുഷാങ്കനമാർ ചമയവിളക്കുമായിട്ട് 2 സൈഡിലും ഇങ്ങനെ വരവേൽക്കാൻ നിൽക്കുന്നതാണ് പറയുന്നത്. അവിടെ എല്ലാം അനുഗ്രഹിച്ചിട്ട് ക്ഷേത്രക്കുളത്തിൽ ആറാടി തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ കുരുത്തോല പന്തൽ വിശ്രമിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഉത്സവം. ഈ ദിവസങ്ങളായിട്ടുള്ള ഈ ഉത്സവം സമാപിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ആചാരം. അപ്പോൾ ഇവിടെ കുറച്ച് ക്രൗഡായി കഴിഞ്ഞു. ദേവി ഇവിടെ വിശ്രമിക്കുകയാണ് താൽക്കാലികമായിട്ട്. ഇനി ഈ പുരുഷാങ്കനമാരെല്ലാവരും തന്നെ ഇങ്ങനെ നിരന്ന് അങ്ങോട്ട് പോകുന്ന വലിയ ക്രൗഡുള്ളൊരു സീനാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ചമയവിളക്കും ഉത്സവവും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത് കാണാനും വരാനും പറ്റിയത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും അതുപോലൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നത്. ഇനി ഞാൻ തിരിച്ചു